ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നിധിയെ കാണാനായി രാജീവ് സുധീഷിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. കൂടെ സുഭാഷുമുണ്ട്. സുഭാഷിനെ വഴി വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. സുഭാഷാണ് വീട്ടിലോട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. വീട്ടിലോട്ട് വരുന്ന രാജീവ് വീടും ചുറ്റുപാടും കാണുമ്പോൾ തന്നെ പുള്ളിക്ക് നല്ല വിഷമമുണ്ട്. കാരണം വലിയൊരു രാജകീയ പദവിയിലാണല്ലോ മകളെ വളർത്തിയിരിക്കുന്നത്. വീടൊക്കെ കാണുമ്പോൾ തന്നെ രാജീവിന് നല്ല സങ്കടവും തോന്നുന്നുണ്ട്. അങ്ങനെ നിധിയെ സുഭാഷ് വിളിക്കുന്നുണ്ട്. അങ്ങനെ നിധി വരുന്ന സമയത്ത് എന്താ സുഭാഷ് ഏട്ടാന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് അച്ഛനെയാണ്. നിധിക്ക് വലിയൊരു സർപ്രൈസാണ് അച്ഛൻ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ. അങ്ങനെ നിധി അച്ഛനുമായിട്ട് ഒരുപാട് നേരം കരയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും വീട്ടിലോട്ട് വരും. എന്നിട്ട് നിധി തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് അവിടെ നികേഷും സുഭാഷും ഭാസ്കരനും മാത്രമേ ഉള്ളൂ. ഹരീഷും സുധീഷും അവിടെ ഇല്ല. അങ്ങനെ നിധി തന്നെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഭാസ്കരനും രാജീവുമായിട്ടിത് സംസാരിക്കുന്നുണ്ട്. അവിടം വരെയാണ് നമ്മൾ കഥ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. രാജീവ് ശങ്കറും ഭാസ്കരനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയും, ഞാനിപ്പം പ്രത്യേകിച്ച് എനിക്ക് ജോലിയൊന്നുമില്ല, എനിക്ക് ബിസിനസ്സായിരുന്നു. എന്ത് ബിസിനസ്സാണ്? എനിക്ക് ലോറി ബിസിനസ്സായിരുന്നു പറഞ്ഞു. താങ്കൾക്കോ? എനിക്കും ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്, ഞാനും മകനുമാണ് നോക്കി നടത്തുന്നതെന്ന് പറയും. എൻ്റെ ബിസിനസ്സൊക്കെ അത്ര ശരിയായി പോയില്ല. എനിക്ക് 3 ലോറി ഉണ്ടായിരുന്നു. പിന്നെ ഭാര്യയുടെ മരണശേഷമാണ് എല്ലാം നഷ്ടപ്പെട്ടത്. ഒരു ലോറി ഭാര്യയെ മരിച്ചതിന് ശേഷം 2 ലോറി നഷ്ടപ്പെട്ടു. അതിനു മുമ്പേ ഒരു ലോറിയും ഞാൻ കൊടുത്തെന്ന് പറയും. ഭാര്യ എങ്ങനെയാണ് മരിച്ചത്? അത് മരിച്ചതല്ല, ഞാൻ കൊന്നയാണെന്നാണ് പറയുന്നത്. കുറച്ച് നാൾ ഞാൻ ജയിലിലൊക്കെ ആയിരുന്നു എന്ന് പറയും. ജയിലിലോ? അതെ, ഭാര്യയെ കൊന്ന കുറ്റത്തിന് ഞാൻ ജയിലിലായിരുന്നു എന്ന് പറയും. അത് കേൾക്കുമ്പം രാജീവിനങ്ങ് ഞെട്ടലാണ്. കാരണം ഒരു കൊലപാതകയും കൂടെയുള്ള വീട്ടിലാണല്ലോ സ്വന്തം മകൾ താമസിക്കുന്നതെന്ന് അറിയുമ്പം നല്ല വിഷമമുണ്ടാവും. അപ്പോഴത്തേക്ക് സുഭാഷ് പെട്ടെന്ന് വന്നിട്ട് പറയും, ഒരു നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയും. ഒരുപാട് നേരം ഭാസ്കരനോട് സംസാരിച്ച ഭാസ്കരൻ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുമെന്നൊരു ടെൻഷൻ സുഭാഷിനുണ്ട്. അതായത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർന്നില്ല, ബാക്കിയൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം സംസാരിക്കാം, അച്ഛനും വരുമെന്ന് പറയും. സുഭാഷ് എല്ലാവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ അവിടെ കിടക്കുന്ന നല്ലൊരു ടേബിളും ഒരു ചെയറും കൂടി കൊണ്ടിടും. ഇതെന്താ നിങ്ങളാരും കഴിക്കുന്നില്ല? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് പറയും. അത് എന്ത് പറ്റി? ഇവിടെ എല്ലാവരും കൂടി സൗകര്യം ഇല്ലയെന്ന് ചോദിക്കും. എവിടെ ഡൈനിങ് ഹോളെന്ന് പറയും. അത് ഡൈനിങ് ഹോളൊന്നും ഇല്ല അച്ഛാ, ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ താഴെ ഇരുന്നാൽ കഴിക്കുന്നതെന്ന് പറയും. പണ്ട് തൊട്ടേ അങ്ങനെയാണെന്ന് പറയും. അതിനെന്താ, ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് പറയും. അല്ല സാറ് താഴെ, അതിനെന്താ പ്രശ്നം? എൻ്റെ മോൾ ഇവിടെ നിന്നല്ലേ കഴിക്കുന്നത്, പിന്നെ എനിക്കെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവരും. ഇതെന്താ വാഴയില? അത് ഈ സമയത്ത് അത് നമ്മുടെ പറമ്പിൽ പിടിച്ചതാണെന്ന് പറയും. ഇഷ്ടം പോലെ വാഴയുണ്ട്. അങ്ങനെയാണോ എന്ന് ചോദിക്കും. അങ്ങനെ വാഴയിലേക്കകത്തൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പും. സാറിന് ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ? അത്ര ടേസ്റ്റൊന്നും കാണത്തില്ല, ഐറ്റംസൊക്കെ കുറഞ്ഞു പോയി എന്നൊക്കെ പറയും. കുറഞ്ഞു പോയെന്നോ? ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന അത്ര ഭക്ഷണം ഉണ്ടല്ലോ എന്ന് ചോദിക്കും. പിന്നെ രുചി ഞാൻ നോക്കി പറയാമെന്ന് പറയും. അങ്ങനെ ഭക്ഷണം കഴിയപ്പോൾ നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണെന്ന് പറയും. അപ്പോൾ നിധി പറയും, അച്ചായി സുഭാഷ് ഏട്ടൻ മേസ്തിരി മാത്രമല്ല, നല്ലൊരു കുക്കും കൂടിയാണ്. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഉണ്ടാക്കി വെച്ച് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ടിട്ടാണ് സുഭാഷയുടെ ജോലിക്ക് പോകുന്നത് പറയും. അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല സാറേ, കൊച്ചിലേ തൊട്ടുള്ള ശീലം, ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ കൊച്ചിലേ നോക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ശീലം ഇന്നും ഉണ്ട്, അതുകൊണ്ട് അങ്ങ് ചെയ്തു പോകാമെന്ന് പറയും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കും. ഭക്ഷണം സാറേ ഇഷ്ടപ്പെട്ടോ? നന്നായിരിക്കുന്നു എന്ന് പറയും. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നിധിയായിട്ടൊക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഹേമ ഫോൺ ചെയ്യും. അങ്ങനെ ഹേമയോട് കുറച്ച് നേരം രാജീവ് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി വന്ന് ചോദിക്കും, അമ്മയാണോ അച്ഛാ വിളിച്ചതെന്ന് ചോദിക്കും. അതെ, ഞാൻ ഇങ്ങോട്ടാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയും. ആ സമയത്താണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം സുഭാഷ് കുറച്ച് പഴമെല്ലാം കൊണ്ടുവന്ന് വെക്കും. അപ്പോഴത്തേക്ക് പറയും, ഇതെന്താ? അത് ഫുഡ് കഴിച്ചില്ലേ, അപ്പം ചെറിയൊരു മധുരം എന്തെങ്കിലും, ഇപ്പം തന്നെ വയറ് നിറഞ്ഞിരിക്കും, ഇനി ഇതും കൂടി എങ്ങനെ കഴിക്കും? അപ്പോൾ ഭാസ്കരൻ പറയും, കഴിക്കുക, നമ്മുടെ പറമ്പിൽ വിളഞ്ഞ പഴവ, നല്ല മധുരം, ഒരു മായങ്ങളും ചേർത്തേ അല്ലെന്ന് പറയും. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വിൽക്കും. ആ സമയത്ത് നികേഷ് എന്ന് പറയും, ഞാൻ ചെന്ന് സുധീഷ് ചേട്ടനെ വിളിക്കാമെന്ന് പറയും. അപ്പം രാജീവ് പറയും, അത് വേണ്ട, ജോലിക്കായിട്ട് പോയേക്കോല്ലേ, പോയിട്ട് വരട്ടെ, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെയാണ് ഹരീഷും സുധീഷുമായിട്ട് വരുന്നത്. കാരണം മുൻപ് രാജീവ് ശങ്കർ കാറി വെച്ചൊരു വെല്ലുവിളി നടത്തി. അപ്പം സുധീഷ് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അതിനൊരു ടെൻഷനുണ്ട്. അപ്പോൾ അത് ചെന്ന് ഹരീഷിനോടാണ് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുധീഷിനെ പേടിക്കൊന്നും വേണ്ട, വരുന്നത് നമുക്ക് നോക്കാം, എന്തായാലും നമ്മൾ വരുന്നിടത്ത് അനുഭവിക്കണം, എന്തായാലും വരുന്നിടത്ത് കാണാമെന്നൊക്കെ പറഞ്ഞ്, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് സുധീഷിനൊരു ധൈര്യം കൊടുക്കുകയാണ്. ഹരീഷ് കൊടുക്കുന്നൊരു ധൈര്യമാണ്
സുധീഷിന് നല്ല ബലത്തിൽ നിൽക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി വർക്ക്ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് അവിടെ ഒരു കാറ് കാണുമ്പോൾ ഇത് ആരുടെ ഇപ്പോൾ ഒരു കാറ്, ഇത് നിധിയുടെ വീട്ടിലെ കാറാണല്ലോ എന്ന് പറയും. നോക്കുമ്പോൾ ദേ ഇരിക്കുന്നു രാജീവ് ശങ്കർ. രാജീവ് ശങ്കറിനെ കാണുന്നതും സുധീഷ് അങ്ങ് ഞെട്ടുകയാണ്. കാരണം കാറിൽ വെച്ചിട്ട് വെല്ലുവിളി നടത്തിയതാണല്ലോ, ഞാൻ എൻ്റെ മോളെ തിരിച്ചെൻ്റെ വീട്ടിലെത്തിക്കുമെന്ന്. അതിലൊരു പേടിയും കിടപ്പുണ്ട്. ദാ മരുമോൻ വന്നല്ലോ എന്നിങ്ങനെ ഭാസ്കരൻ പറയും. അപ്പോഴത്തേക്കും ദാ നീ കണ്ടില്ലേ നിധിയുടെ അച്ഛൻ നിധിയെ കാണാൻ വന്നത് എന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷിനൊന്നും സംസാരിക്കണമെന്നുമില്ല, പേടിയും ടെൻഷനും എല്ലാം ഉണ്ട്. അങ്ങനെ പറയും ശരി എന്നാണ് നീ വാ ഭക്ഷണം കഴിക്കാമെന്ന് പറയും. ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ പറയും ശരി ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷും നികേഷും സുധീഷും അകത്തോട്ട് കയറും. ഓടിച്ചെന്നിട്ട് ഹരീഷൊക്കെ പറയും എടാ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ അയാൾ ഇങ്ങോട്ട് വന്നല്ലോ, ഇതെന്താ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട്. അങ്ങനൊന്നും കാണത്തില്ല സുധീഷ് ചേട്ടാ, ചിലപ്പം മോളെ കാണാൻ വേണ്ടി വന്നേ എന്ന് പറയും. നിങ്ങൾ വരുന്നില്ലേ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അവർ വന്ന് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്തും സുധീഷൊന്നും കഴിക്കത്തില്ല. സുധീഷ് വെറുതെ ഇങ്ങനെ കൈ നനച്ചിരിക്കത്തതേ ഉള്ളൂ. ആ സമയത്തൊക്കെ രാജീവ് സൂക്ഷിച്ചിങ്ങനെ സുധീഷിനെ നോക്കുന്നുണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം രാജീവ് പറയും എങ്കിൽ പിന്നെ ഞാൻ ഇനി അധികം വൈകിക്കുന്നില്ല, ഞാൻ ഇറങ്ങുക. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പം ഭാസ്കരൻ ചോദിക്കും എന്നോടോ? അതെ, എനിക്കൊരാഗ്രഹമുണ്ട്, പറ എന്താണെന്ന് വെച്ചാൽ എന്ന് പറയും. അത് എനിക്ക് ഒരു 2 ദിവസം മോളെയും മരുമോനെയും കൂടി എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നൊരാഗ്രഹമുണ്ട്, നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ മാത്രം. ഉടനെ ഭാസ്കരൻ പറയും ഇതെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എൻ്റെ മോളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്, നിങ്ങളുടെ മകനെയും കൂടി കൊണ്ടുപോകത്തില്ലേ? അപ്പോഴത്തേക്ക് സുധീഷ് പറയും ദൈവമേ ഇനി എന്തോണാവോ ഇനി. അപ്പോഴത്തേക്ക് പറയും കണ്ടില്ലേടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇങ്ങനെ എന്തോ പാരയോട്ടാ വന്നേക്കുന്നതെന്ന്. കണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ നിധി, അതിന് നിധിയേട്ടത്തെ ഒറ്റയ്ക്കല്ലല്ലോ കൂട്ടിക്കൊണ്ടുവന്നത്, സുധീഷേട്ടനെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നല്ലേ പറഞ്ഞേക്കുന്നത്. എടാ അതാ പ്രശ്നം, എന്നെയും കൂട്ടിക്കൊണ്ട് പോകുന്നതിനകത്ത് എന്തോ ഒരു ചതി ഉണ്ടെന്ന് പറയും. അങ്ങനൊന്നും കാണത്തില്ല, സുധീഷേട്ടൻ വെറുതെ എല്ലാത്തിനും നെഗറ്റീവ് ചിന്തിച്ച് നോക്കുമെന്ന് പറയും. സ്നേഹം കൊണ്ടായിരിക്കും നിധിയേട്ടത്തിൻ്റെ അച്ഛൻ വിളിക്കുന്നതെന്ന്. അപ്പോഴത്തേക്ക് പറയും 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും അച്ഛാ അത് എന്താ മോളെ നിനക്ക് നിൻ്റെ വീട്ടിലോട്ട് വരാൻ താല്പര്യമില്ലേ? എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, എനിക്ക് സമ്മതമാണെന്ന് പറയും. കണ്ടോ നിധി സമ്മതമാണ്, ഇനിയിപ്പം സുധീഷിൻ്റെ തീരുമാനമാണെന്ന് പറയും. എനിക്ക് പറ്റത്തില്ല ലീവൊന്നും എടുക്കാൻ, ജോസഫേട്ടൻ ലീവൊന്നും തരത്തില്ല, പെട്ടെന്ന് ലീവൊക്കെ എടുത്താൽ വേറെ ഡ്രൈവറെയൊക്കെ സെറ്റാക്കാൻ താമസം കൊടുക്കും. പിന്നെ അതൊന്നും വലിയ കാര്യമില്ല, നിധിയുടെ അച്ഛൻ ആദ്യമായിട്ടൊരു കാര്യം പറയുന്നില്ലേ, നീ ലീവ് എടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ വേറെ ജോലി നോക്കിയാൽ മതി, നീ എന്തായാലും നിധിയുടെ കൂടെ പോകണമെന്ന് പറയും. അപ്പോൾ ഭാസ്കരനും പറയും അത് ശരിയാണ്, രണ്ടുപേരും ചെറുക്കനും പുതുമണവാളനും മണവാട്ടിയും കൂടി ഒരു വിരുന്നിനൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ പറയും. അപ്പം ശരി മോളെങ്കിൽ ചെന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ പറയും. ഞാൻ ഒരു കാര്യം ചെയ്യിക്കും, ഞാനിപ്പം പോയിട്ട് നാളെ രാവിലെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരാം. ചെന്ന് വീട്ടിൽ പറയുമ്പം നിൻ്റെ അമ്മയ്ക്കും ഏട്ടത്തിക്കും അരുണിനൊക്കെ വലിയ സന്തോഷമാവും, നീ വരുന്നതെന്ന് അറിയാൻ കാത്തിരിക്കുക നിൻ്റെ അമ്മയെന്ന് പറയും. എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ഒരു ദിവസം പോലും നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല, ഇത്രയും ദിവസം അവൾ നിൻ്റെ ഒരു ദിവസം പോലും ഇല്ല നിന്നെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം ഇല്ലെന്ന് പറയും. എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ട് അവൾ ഉറങ്ങുന്നതെന്നൊക്കെ നിധിയെടുത്ത് പറയും. അപ്പോഴത്തേക്ക് നിധി കുറച്ചുകൂടി അങ്ങ് ഇമോഷണലാവും. അപ്പോഴത്തേക്ക് സുധീഷ് ഇങ്ങനെ നോക്കും, ഇങ്ങനെ സെൻറ്റിമെൻ്റൊക്കെ അടിച്ച് നിധിയെ മനസ്സ് മാറ്റിക്കാനാണെന്ന് തോന്നും. അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പം ഇനിയിപ്പം രാത്രിയിൽ ഇപ്പം എങ്ങനെയാണ്, ഞാൻ ഒരു ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറയും. അയ്യോ ഇവിടെ വന്ന് നിന്നിട്ട് ഹോട്ടലിൽ റൂമൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്കും കൂടി ഒരു വിഷമമാണ്, പിന്നെ അത് സാരമില്ല, വലിയ ദൂരമില്ലല്ലോ, ഞാൻ അവിടുന്ന് ഫ്രഷ് ആയിട്ട് രാവിലെ വരാമെന്ന് പറയും. അപ്പം സുഭാഷ് പറയും അത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഇവിടെ സൗകര്യങ്ങളൊക്കെ പരിമിതിയേ ഉള്ളൂ, ഇവിടെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് പറ്റുമായിരുന്നു, പക്ഷേ അപ്പോഴത്തേക്ക് നികേഷ് പറയും ഇനി നിധിയേട്ടത്തിൻ്റെ അച്ഛൻ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ വീട് മൊത്തത്തിൽ ഞങ്ങൾ മാറ്റും, അപ്പോഴത്തേക്ക് ആര് വന്നാലും 1-2 ദിവസം താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തിടുമെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് അങ്ങ് ചിരിക്കും എല്ലാവരും. അത് കഴിഞ്ഞ് പറയും ഭാസ്കരൻ അതിനെന്താടാ, നമ്മുടെ ഉള്ള സൗകര്യം, നമ്മുടെ ആൾക്കാരില്ലേ, പുറത്തുനിന്നുള്ള അന്യരൊന്നും അല്ലല്ലോ, ഇന്നൊരു ദിവസം ഇവിടുത്തെ ഉള്ള സൗകര്യത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നാളെ രാവിലെ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാമെന്ന് ഭാസ്കരൻ പറയും. അപ്പോൾ ചോദിക്കും അല്ല അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവത്തില്ല? അപ്പോൾ സുഭാഷ് പറയും അയ്യോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് കരുതി ഞങ്ങൾ ചോദിക്കാൻ വിഷമിച്ചത്, കാരണം നിധിയുടെ വീട്ടിലുള്ള അത്ര സൗകര്യമൊന്നും ഇവിടെ ഇല്ല, ഈ സൗകര്യത്തിലല്ലേ എൻ്റെ മകൾ ഇവിടെ കഴിയുന്നതെന്ന് പറയും. അതെ, എന്നാൽ ഇവിടെ ഒരു ബാത്റൂമേ ഉള്ളൂ, ഞങ്ങളെല്ലാവരും ഒരു ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്, പിന്നെ സൗകര്യങ്ങളും കുറവാണ്. ഉടനെ ഭാസ്കരൻ പറയും ബാത്റൂം ഒന്നേ ഉള്ളെങ്കിൽ എന്താ പ്രശ്നം, കുറച്ച് നേരം പോയിരുന്ന് ഉപയോഗിക്കുന്നൊരു സാധനം ഇപ്പം 10 ഉണ്ടായിട്ട് എന്തോ കാര്യം, അതാണ് ഞങ്ങൾ നിർബന്ധിക്കാഞ്ഞെന്ന് പറയും. അത് സാരമില്ല, ഞാനിവിടെ നിൽക്കാമെന്ന് പറയും. ഇനിയിപ്പോൾ രാവിലത്തെ ഒരു ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ, രാവിലെ എന്തായാലും എനിക്ക് പോകണം,
എന്ന് പറയും. എങ്കിൽ പിന്നെ വളരെ സന്തോഷം, നമുക്കുള്ള സൗകര്യത്തിലും സന്തോഷമായിട്ട് ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കാം, ഞങ്ങൾക്കും അതൊരു വലിയ സന്തോഷമാകുമെന്ന് പറയും. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ നിധിയുടെ അച്ഛൻ അവിടെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ നിധി പെട്ടെന്ന് നിധിയുടെ റൂമെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. രാജീവിൻ്റെ മനസ്സ് മുഴുവൻ എങ്ങനെയെങ്കിലും നിധിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണം, കൂട്ടിക്കൊണ്ട് അവിടെ ഒരു രഞ്ജനത്തിൻ്റെ പുറത്ത് കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം അവിടെ ചെന്നതിന് ശേഷം മനസ്സ് മാറ്റി അവിടെ തന്നെ നിർത്താമെന്നൊക്കെയാണ്. പക്ഷേ സുധീഷ് ഓരോരോ കാരണങ്ങൾ പറയുന്നുണ്ട്. നിധിക്ക് പെട്ടെന്ന് പറ്റത്തില്ല, കാരണം നിധിക്ക് ഇവിടെ 1-2 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട്. ആ സമയത്തും രാജീവ് പറയുന്നുണ്ട്, അതിപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആകുമ്പോഴത്തേക്ക് ഞാനിങ്ങോട്ട് കൊണ്ടുവരാം, അധിക ദിവസം അവിടെ നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ സുധീഷിൻ്റെ ഒരു പ്ലാനും അങ്ങോട്ട് വർക്ക് ആവുന്നില്ല. നിധിയെ കൂട്ടിക്കൊണ്ട് പോകും, ഒപ്പം സുധീഷും പോകണം. അപ്പം അങ്ങനെയൊക്കെ അവർ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പം അവിടം വരെയാണ് നമ്മുടെ കഥ ഇന്നാളത്തെ കഥ അവസാനിക്കുന്നത്. എല്ലാവർക്കും കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.